ഹായ് കൂട്ടുകാരെ, ഇന്നൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ആദ്യം ചെമ്മീനിൽ കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യുക. അതിനുശേഷം ലേശം വെള്ളമൊഴിച്ച് അതിനെ വേവിച്ചെടുക്കുക. ചെമ്മീൻ വെന്ത് കഴിയുമ്പോൾ അടച്ചു വെച്ച് വേവിക്കുക. അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. ചെമ്മീൻ്റെ ആ അരപ്പെല്ലാം കൂടി ഇട്ട് വേവിച്ചെടുത്തതിന് ശേഷം കുറച്ച് ലേശം എണ്ണ ഒഴിച്ചിട്ട് അതിൽ ഉലുവ ഇടുക. ഉലുവ പൊട്ടിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് വഴറ്റിയെടുക്കുക. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ വഴറ്റിയെടുക്കുക. നല്ലപോലെ വഴണ്ട് വന്നതിന് ശേഷം നല്ലപോലെ വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണമെല്ലാം പോയതിന് ശേഷം ചെമ്മീനോടെ വെന്ത് വരികയാണ്. അപ്പോൾ ഇത് അതിൻ്റെ കൂടെ ചെമ്മീൻ അതിൻ്റെ വെള്ളം എല്ലാം വറ്റുന്നത് വരെ വേവിച്ചെടുക്കണം. അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കാം. ചെമ്മീന് ഇത് ചുരുണ്ടു പോകാതിരിക്കാൻ വേണ്ടി ടൂത്ത് പിക്ക് ഇട്ടിട്ടാണ് ചെമ്മീനിൽ കുത്തിയിരിക്കുക. അത് നാട്ടിലാണെങ്കിൽ ഈർക്കിൽ ഇട്ടാൽ മതി. പച്ച ഈർക്കിൽ ഇട്ടിട്ട് കറി വയ്ക്കാൻ നേരത്തെ അതെടുത്ത് കളഞ്ഞാൽ മതി. ഇനി ഇത് സവാള വഴറ്റുക. സവാള നല്ലപോലെ വഴറ്റിയെടുക്കണം. അതിൽ സവാള മൂപ്പിച്ച് സവാള ഒന്ന് വഴണ്ട് വരുമ്പോൾ ക്യാപ്സിക്കം ഇടുക. ക്യാപ്സിക്കമാണ് കറിക്കൊരു കൊഴുപ്പ് വരുന്നത്. ഇത് കറി കൂടാനും കൊഴുപ്പ് കിട്ടാനും വേണ്ടിയാണ് ക്യാപ്സിക്കം കൊടുക്കുന്നത്. ക്യാപ്സിക്കം അതും നല്ലപോലെ വഴണ്ട് വന്നതിന് ശേഷം ഇനി പൊടികൾ ചേർക്കാം. പൊടി എന്ന് പറയുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി. നമ്മൾ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. കാശ്മീരി ചില്ലി ആകുമ്പോൾ ഇതിന് കളർ കിട്ടും. അപ്പോൾ കാശ്മീരി ചില്ലിയും മഞ്ഞൾപ്പൊടി, പിന്നെ കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഇത് ക്രഷ്ഡ് ചില്ലിയും കൂടെ ചേർക്കും. പിന്നെ ഇതിൽ ഞാൻ 2 ടൊമാറ്റോ കൂടെ ചേർത്തായിരുന്നു. ടൊമാറ്റോ അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. വീഡിയോ എടുക്കാൻ എല്ലാം കൂടെ ഒരു കൈ കൊണ്ടല്ല എല്ലാം ചെയ്യണം. ക്യാമറ പിടിക്കണം, എല്ലാം ചെയ്യണം. അപ്പോൾ വീഡിയോ പിടിക്കാൻ നേരത്ത് ആ ടൊമാറ്റോ ചേർത്തത് വിട്ടുപോയി. 2 ടൊമാറ്റോ മിക്സിയിലടിച്ച് ചേർത്തായിരുന്നു. അതും ഇപ്പോൾ ഇത് ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതാകുമ്പം വളരെ ഹെൽത്തിയാണ്. വേറെ കൂടുതൽ എണ്ണയൊന്നുമില്ല. 2 സ്പൂൺ എണ്ണ മാത്രമല്ലേ ഉള്ളൂ. അതും പൊട്ടുമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക.